ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ ട്രാൻസിസ്റ്റേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പി എൻ ജംഗ്ഷൻ അല്ലേ. ഒരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിൽ ജോയിൻ ചെയ്ത് സാൻഡ്വിച്ച് ചെയ്യുന്നതാണ് നമുക്ക് പി എൻ ജംഗ്ഷൻ പറയുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള രണ്ട് പി എൻ ജംഗ്ഷൻസിനെ രണ്ട് പി എൻ ജംഗ്ഷനും ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഒരു ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. രണ്ട് പി എൻ ജംഗ്ഷനും രണ്ട് പി എൻ ജംഗ്ഷനും 3 ടെർമിനലുള്ളതാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലിസൺ, ട്രാൻസിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് പി എൻ ജംഗ്ഷൻസിന് 3 ടെർമിനലുള്ളതാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ദ ട്രാൻസിസ്റ്റർ വാസ് ഇൻവെൻറ്റഡ് ബൈ ജോൺ പാർട്ടിൻ ആൻഡ് വാട്ടർ ബീറ്റൺ. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു പി എൻ ജംഗ്ഷനിൽ ഒരു സാധാരണയുള്ള ഒരു പി എൻ ജംഗ്ഷനിൽ നമ്മളൊരു തേർഡ് എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. Okay, so the third element is added to the crystal diode in such a way that the two PN junctions are formed. The resistive device is called transistor. So അതായത് നമ്മൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ സെയിം ടൈപ്പ് മെറ്റീരിയലിനെ ഇൻ ബിറ്റ്വീൻ രണ്ട് സൈഡിലും ഡോപ്പ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ആ രണ്ട് സെയിം ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് മെറ്റീരിയൽ, അതായത് ഇപ്പം നോക്കിയാൽ ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് വെച്ചത്. ഇൻ ബിറ്റ്വീൻ ദീസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എന്താ പി ടൈപ്പ് വെച്ചു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ രണ്ട് എൻഡ് പൊസിഷനിൽ നമ്മൾ സെയിം സെമി കണ്ടക്ടർ വയ്ക്കുക, ഇൻ ബിറ്റ്വീൻ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സെമി കണ്ടക്ടർ വയ്ക്കുക. സോ ദാറ്റ് ഈസ് basically construct the transistor. Okay, so ഇതിന് ഈ ട്രാൻസിസ്റ്റർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കൊരു സ്മോൾ സിഗ്നൽ കിട്ടുക വിചാരിക്കും. ഓക്കെ, അല്ല സ്മോൾ സിഗ്നൽ കിട്ടുക വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ മാഗ്നിറ്റ്യൂഡിലേക്ക് നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്തത്. നമ്മൾ സിഗ്നൽ ഒരു സ്മോൾ സ്ട്രെങ്ത്തുള്ള ഒരു ചെറിയൊരു സിഗ്നലാണെങ്കിൽ ഈ ഒരു സിഗ്നലിനെ വലിയൊരു ആംപ്ലിറ്റ്യൂഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആംപ്ലിഫൈ ചെയ്യുക. സോറി, ഇവിടെ വരച്ച് കുറച്ച് ആയിട്ട്. സോ ഈ ചെറിയ സിഗ്നലിന് വലിയ സിഗ്നലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വലുതാക്കുക, അതായത് സിഗ്നലിനെ ലൗഡാക്കുക. അതിനാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ലിസൺ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ലൗഡ് സ്പീക്കേഴ്സൊക്കെ നല്ലൊരു ആംപ്ലിഫയേഴ്സ് അല്ലെ. നമ്മൾ ചെറിയൊരു സിഗ്നൽ നമ്മൾ വലുതാക്കുന്നില്ലേ. അപ്പോൾ സെയിം വേ നമ്മൾ ഏതൊരു AC സിഗ്നൽസ് കൊടുത്താലും നമുക്ക് എന്തായി കിട്ടും, ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. So that's why we are using the transistors in our electronic circuits. Okay, so ഈ ട്രാൻസിസ്റ്റർ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പി എൻ ജംഗ്ഷനും 3 ടെർമിനലും ഉള്ളത്. ഓക്കെ, 2 PN junctions and 3 terminal. Okay, so ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സ് ആണ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ ദാറ്റ്സ് വി ഡോപ്ഡ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഡോപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് രണ്ട് ബേസിക് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് PNP ട്രാൻസിസ്റ്റർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ PNP ട്രാൻസിസ്റ്റേഴ്സിൽ രണ്ട് പി ടൈപ്പ് മെറ്റീരിയൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡോപ്പ് ചെയ്യുക ചെയ്യും. സെയിം വേ NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് N ടൈപ്പ് മെറ്റീരിയൽ സെമി കണ്ടക്ടറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യുക, ഡോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിസൺ, ഇതാണ് രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ബേസിക്കലി ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൽ ലിസൺ PNP ട്രാൻസിസ്റ്ററിൽ പി ടൈപ്പാണ് കൂടുതൽ അല്ലേ. പി ടൈപ്പ്, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാ, ഹോൾസാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു PNP ട്രാൻസിസ്റ്ററിൽ കണ്ടക്ഷൻ കൊടുക്കുക ഏതാ, ഹോൾസ് ആയിരിക്കും. ഓക്കെ, PNP ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് വന്നപ്പോൾ ഹോൾസ് ആണ്. സോ ഹോൾസ് ആണ് അവിടുത്തെ ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് അവിടെ വരുന്നത് NPN ട്രാൻസിസ്റ്ററാണ്. ഈ NPN ട്രാൻസിസ്റ്ററിൽ സെയിം വേ നമുക്കറിയാം എന്ത്, ഈ NPN ട്രാൻസിസ്റ്ററിൽ മേജർ കണ്ടൻറ്റ് ഏതാ, നമ്മുടെ N ടൈപ്പ് സെമി കണ്ടക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഈ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ലിസൺ, ഈ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാ, ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ NPN ട്രാൻസിസ്റ്ററിൽ ലിസൺ, ദ NPN ട്രാൻസിസ്റ്റർ ദ മെജോറിറ്റി ക്യാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. ഓക്കെ, സോ N ടൈപ്പ് സെമി കണ്ടക്ടറാണ് ഇവിടെ മേജർ കണ്ടക്ട് ആയിട്ടുള്ളത്. N ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്താണ്, ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ്. സോ അതുകൊണ്ട് തന്നെ NPN ട്രാൻസിസ്റ്ററിൽ ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ബേസിക്കലി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന NPN ട്രാൻസിസ്റ്റേഴ്സ്. വൈ എന്ന് ചോദിച്ചാൽ ലിസൺ,
because the electrons, we know the PNP transistor have majority carriers are holes. Okay, NPN transistor, the majority carriers are electrons. So the electrons, okay, the NPN transistor having the electrons are more mobile than the holes. Okay, so നമ്മൾ എൻ പി എൻ ട്രാൻസിസ്റ്ററിലെ ഇലക്ട്രോൺസ് എന്ത് പി എൻ പി ട്രാൻസിസ്റ്ററിലെ ഹോൾസിനെക്കാട്ടിലും എന്ത് കൂടുതലാണ് മൊബിലിറ്റി. ഓക്കെ, മൊബിലിറ്റി അല്ലെങ്കിൽ കണ്ടക്ഷൻ സ്പീഡ് ചെയ്യുന്ന മൊബിലിറ്റി കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കണ്ടക്ഷൻ പോസിബിൾ ആവും. Okay, so that's why we are using the NPN transistor as commonly. Okay, then next I already said to you there is this transistor having 3 terminals. Okay, so the terminal having the name emitter, base and collector. Listen, emitter, base and collector. So listen here, the two ends, the two opposite ends are either collector or emitter, but the middle section, that's why you doped in the different semiconductor material, that will be always the base. Okay, this middle conductor is always the base and the two ends are either emitter or collector. Okay, so this is the block diagram of a NPN transistor. It will be having the emitter, base and collector. I mark here. Here this is the PNP transistor block diagram. Here the the two ends are in the P type semiconductor, and in between this P type semiconductor we sandwich with the N type semiconductor, and it will be having the 3 leads, emitter, base and collector. Okay, so I already said to you the transistor having the 2 PN junctions are there. Okay, the middle section, listen, when we are going to talk about the doping level of these 3 sections, the first section, that means our emitter side is always, highly doped. Okay, and the base side is what, light doped. Okay, the base side is always lightly doped, but the collector section is always comparatively doped. അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് ചെയ്യുക ഇതാണ് emitter section, because the emitter section is always emit the majority carriers. Okay, so the collector section is always doped with the comparative doping is there. Comparative doping is there, but the base junction is always light doped. Okay, so next we are going to discuss about the basic construction of transistor. So I already said to you the transistor having 3 terminals are the emitter, base and collector. So next we are going to discuss about what are the functions of these terminals are. So the first we are talking about the emitter. The emitter is always emits the electrons. That means electrons or holes. What are the majority carriers? That's carriers which will be always emit from our emitter. So നമ്മൾ PNP ട്രാൻസിസ്റ്ററിലാണെച്ചാൽ ഹോൾസും NPN ട്രാൻസിസ്റ്ററിലാണെച്ചാൽ ഇലക്ട്രോൺസിനെ ആര് എമിറ്റ് ചെയ്യും, emitter എമിറ്റ് ചെയ്യും. ഓക്കെ, സോ ദെൻ ബേസ്. ഓക്കെ, സോ ബേസ് എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് വിത്ത് മിഡിൽ സെക്ഷൻ ബി ലൈറ്റ്ലി ഡോപ്പ്. ഓക്കെ, ബേസ് ഇപ്പോൾ ഒരു കണ്ടക്ഷൻ നടക്കുക, ഒരു ട്രാൻസിസ്റ്ററിൽ ഒരു ഏത് ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണെച്ചാലും അതൊരു കണ്ടക്ഷൻ നടക്കുന്ന ടൈമിൽ ഒരു ബേസ് കറണ്ട് പറഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി ദ നാരോ വാല്യൂ. Okay, it will be small value. Then next will be the collector section. The collector section is always collect the majority carriers that will be coming from our emitter. Emitter എന്ന് വരുന്ന എല്ലാ ഇലക്ട്രോൺസിനെയും ആര് കളക്ട് ചെയ്യും, collector കളക്ട് ചെയ്യും. And moreover, these collector carriers will be having the large size, and it will be always based on the opposite to our emitter. Okay. Then next, when the transistor is active, I already said to you that our transistor having the main application is amplification. Okay, next we are going to discuss about the how it happened, how the amplification is happening in our transistor. Okay, when the transistor is active as an amplifier, it always act as an active mode. Okay, we will discuss what is the active mode and all conditions. Okay, so I already said to you there will be 2 PN junctions are there. Okay, based on the battery, okay, or voltage source as we connect in between the junction, it will be behaves like a different mode.
ഓക്കെ. സോ ഇതിനൊരു 4 മോഡ്, ഒരു ട്രാൻസിസ്റ്ററിന് ഒരു 4 മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. സോ ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇസ് നമ്മളിവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്, ഒരു പി എൻ ജംഗ്ഷനാണ് ഇത് നെക്സ്റ്റ് പി എൻ ജംഗ്ഷൻ. സോ ഓരോ പി എൻ ജംഗ്ഷനും നമ്മൾ ബാറ്ററി ആയിട്ട് ഓക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, റിവേഴ്സ് ബയാസ്ഡ് ആണോ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടാണോ ജംഗ്ഷൻ കണക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസിലാണ് 4 മോഡ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഒരു പെർട്ടിക്കുലർ മോഡ് ഓഫ് ഓപ്പറേഷനാണ് നമ്മുടെ ആക്റ്റീവ് മോഡ് എന്ന് പറയുന്നത്. സോ ആ ആക്റ്റീവ് മോഡിൽ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന സമയത്താണ് ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുക, ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് വി discuss next section. Okay, so these two are the figure 3a and figure 3b represent the transistor symbol that's we used in our electronic circuits. So listen, ഇവിടെ ഇതൊരു പി എൻ പി ട്രാൻസിസ്റ്ററാണ്, ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്ററാണ്. സോ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യം തന്നെ ഈ ഒരു സൈഡ് ഓക്കെ റൈറ്റ് സൈഡാണ് എപ്പോഴും എന്ത് കഴിക്കുന്നത്, ഒരു ഇൻഡിക്കേഷൻ മാർക്ക് വെക്കുന്നത്. സോ ദർ വിൽ ബി ഹാവിങ് ദ 3 ടെർമിനൽസ് ആർ ദർ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് പി എൻ, എൻ പി എൻ ആൻഡ് എൻ പി എൻ, പി എൻ പി middle section is always represent this perpendicular line. സോ നിങ്ങൾ നോക്കി ഈ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്കാണ്, 2 ട്രാൻസിസ്റ്ററും എൻ പി എന്നിലാണെങ്കിലും പി എൻ പിയിലാണെങ്കിലും ഒരു ആരോ കാണാം. സോ ദാറ്റ് ആരോ ദാറ്റ് വിൽ ബി ഓൾവേസ് റെപ്രസെൻറ്റ് ദ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ. ഓക്കെ, കൺവെൻഷണൽ കറണ്ടിൻ്റെ ഫ്ലോയാണ് നമ്മൾ ഈ ഒരു ആരോ മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ കൺവെൻഷണൽ കറണ്ട് ഈസ് ഓൾവേസ് ഫ്ലോ ഫ്രം പി ടൈപ്പ് മെറ്റീരിയൽ ടു എൻ ടൈപ്പ് മെറ്റീരിയൽ. So listen here, from NPN transistor the base is P. Okay, so the conventional current that will be transferred from base to emitter. Base, so that means P to N, and here from P to N this conventional current is also passing from P to N. So always listen here, the convention, the indication mark. Okay, the indication mark is always represent the conventional current flow. So for in the case of the NPN transistor, it will be flow from base to emitter side, that means P to N, and for in the case of a PNP transistor, will be flow from emitter to base. Okay, for that means P to N. So the direction is always from P to N ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ റൈറ്റ് സൈഡിലോ നമ്മൾ മാർക്ക് ചെയ്യുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യില്ല. The conventional current direction is always marked at the right side of our circuit. Or simple. So next we are going to discuss about the biased and unbiased of transistor. So listen, biasing and unbiasing of a transistor എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്ററിനെ വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ 2 ജംഗ്ഷനും വോൾട്ടേജ് സോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ദാറ്റ്സ് വി കോൾഡ് ബയാസിങ്. ഓക്കെ, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് വി ആർ നോട്ട് കണക്റ്റിംഗ് അവർ ട്രാൻസിസ്റ്റർ വിത്ത് our battery, that means unbiased transistor, that means it will be in the form of open circuit stage. Okay, so listen, ഇപ്പം നമ്മൾ നോക്കുക ഈ ഓപ്പൺ സർക്യൂട്ട് അൺബയാസ്ഡ് കണ്ടീഷനിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഓക്കെ, സോ ലിസൺ, ദിസ് ഈസ് അവർ പി എൻ ഹിയർ ഐ റെപ്രസെൻറ്റ് ദ എൻ പി എൻ ട്രാൻസിസ്റ്റർ ബിക്കോസ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. സോ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരുന്ന ഒരു മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ. ഓക്കെ, സോ ലിസൺ, നമ്മൾ എമിറ്റർ സൈഡ് ഹൈലി ഡോപ്പ് ചെയ്ത എമിറ്റർ സൈഡ് ഇപ്പം നമ്മൾ അൺബയാസ്ഡ് കണ്ടീഷനാണ്. ബിക്കോസ് അൺബയാസ്ഡ് കണ്ടീഷനാണ് നമ്മൾ ഇവിടെ എക്സ്റ്റേണലായിട്ട് ഒരു ബാറ്ററി ഒന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. സോ അങ്ങനെയാവുന്ന സമയത്ത് ലിസൺ ചെയ്യുക, ഇവിടെ എമിറ്റർ സൈഡ്. ഓക്കെ, എമിറ്റർ സൈഡിൽ നിന്ന് നമുക്ക് മെജോറിറ്റി കാരിയേഴ്സ് എങ്ങോട്ട് പോകും, പി ടൈപ്പ്, അതായത് ഇതൊരു ജംഗ്ഷനാണ് പി എൻ ജംഗ്ഷനാണ്, ഇത് വേറൊരു പി എൻ ജംഗ്ഷനാണ്. എമിറ്റർ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിട്ട് നമ്മൾ ബേസ് സൈഡിലേക്ക് പോകും. ബേസ് സൈഡിൽ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിന് മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. സോ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു 10 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, 10 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് സമയത്ത് ആദ്യത്തെ ഒരു 3 ഇലക്ട്രോൺസിനെ മാത്രമേ ഇവിടുത്തെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി 7 ഇലക്ട്രോൺസ് ഇങ്ങോട്ടും കളക്ടർ സെക്ഷനിലേക്ക് പോകും. സോ ദാറ്റ്സ് വൈ ദ കറണ്ട് ഇൻ അക്രോസ് അവർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് ലെസ് എമൗണ്ട്.
Okay, less ആയിരിക്കും ആസ് കമ്പയർഡ് വിത്ത് കളക്ടർ കറണ്ട്. കളക്ടർ കറണ്ട് അപേക്ഷിച്ച് ബേസ് കറണ്ട് ലോ ആയിരിക്കും. ബിക്കോസ് അവിടെ നമ്മൾ ലൈറ്റായിട്ട് ഡോപ്പിംഗ് ചെയ്യുന്നുള്ളൂ, അത്രമാത്രം ഹോൾസും അവിടെ നിന്ന് ഇറങ്ങി വരാനില്ല. ഓക്കെ, സോ നെക്സ്റ്റ് അപ്പം നമ്മൾ ഇവിടെ ഒരു സാൻഡ്വിച്ചിങ് വന്നിട്ടുണ്ട് പി എൻ ജംഗ്ഷൻ്റെ. സോ അവിടെ എന്ത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ദീസ് ജംഗ്ഷൻ, ഓക്കെ, ഈ ജംഗ്ഷൻ്റെ ഈ ജംഗ്ഷൻ്റെ ഈ രണ്ട് ലെയേഴ്സിൻ്റെ, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് പി ടൈപ്പിലെ ഹോൾസും എൻ ടൈപ്പിലെ ഇലക്ട്രോൺസും വന്നിട്ട് കമ്പൈൻ ചെയ്തു റീകോമ്പിനേഷൻ നടക്കും. ഓക്കെ, സോ ഈ റീകോമ്പിനേഷൻ കാരണം ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ കാണും. ഡിപ്ലീഷൻ മീൻസ് ഡെത്ത് കേട്ടോ, ഡെത്ത് എന്നാണ് ഡിപ്ലീഷൻ്റെ മീനിങ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെ ഡെത്ത് ആണ് ഇവിടെ, ബിക്കോസ് ദേ വിൽ ബിക്കം നോൺ ആക്റ്റീവ്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഇലക്ട്രോൺസ് ഓൾസോ കമ്പൈൻ ചെയ്ത് റീകമ്പൈൻഡ് സ്റ്റേജ് വരും. സോ ആ ഒരു സ്റ്റേജ് കാരണം പിന്നെ ഈ ഫർദർ മൂവ്മെൻറ്റ് ഇവിടുന്ന് ഫർദർ മെജോറിറ്റി കാരിയേഴ്സ് എങ്ങോട്ട് പാസ് ചെയ്യില്ല, നമ്മുടെ ബേസിലേക്ക് പാസ് ചെയ്യില്ല. ബിക്കോസ് ഹിയർ വിൽ ബി ഫോം എ ലെയർ. ദിസ് ലെയർ is called the depletion layer. Okay, and moreover at this collector base junction, okay, at the collector base region the same thing happen here. So there will be a formation of another depletion layer. So the first depletion layer we call the emitter base depletion region, and the second region that will be called the collector base depletion region. Okay, so ഈ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, there will be a diffusion of charge carriers across our these two junction. ഓക്കെ, ഇവിടെ എന്ത് ഡിപ്ലീഷൻ ഓഫ് ടു ചാർജസ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ബേസിൽ എന്തൊരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇഫ് കേസ് നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ സിലിക്കൺ മെറ്റീരിയലിനെ കൊണ്ടാണ് മെയ്ഡ് ചെയ്തതെങ്കിൽ ഉണ്ടാക്കിയതെങ്കിൽ, സോ ഹിറ്റ് ബി ഓൾവേസ് പ്രൊഡ്യൂസസ് എ 0.7 volt. Okay, if we are producing this PN junction, this transistor in germanium, and hence it will be produces 0.3 volt across this transistor. ഒരു 0.3 വോൾട്ടാണ് ജെർമേനിയം കൊണ്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാവുക, 0.7 വോൾട്ടാണ് സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അക്രോസ് നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ബയാസിങ് ഓഫ് ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ ട്രാൻസിസ്റ്റർ ബയാസിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, അൺബയാസ്ഡ് കണ്ടീഷനാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്തിൽ കൊടുക്കുന്നില്ല, ട്രാൻസിസ്റ്ററിൽ കൊടുക്കുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ബയാസ്ഡ് ട്രാൻസിസ്റ്റർ, okay, so here we are connecting an external voltage source across our two junction. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു ട്രാൻസിസ്റ്ററിൽ രണ്ട് ജംഗ്ഷൻ ഉണ്ട് അല്ലേ. സോ ആ രണ്ട് ജംഗ്ഷൻ്റെ ഇൻ ബിറ്റ്വീൻ എക്സ്റ്റേണലായിട്ട് രണ്ട് ജംഗ്ഷനെ എക്സ്റ്റേണലായിട്ട് ഹൗ വി ആർ കണക്റ്റിംഗ് എ വോൾട്ടേജ് സോഴ്സ്, എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ആ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഈ രണ്ട് ജംഗ്ഷനിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നതിനെയാണ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്രാൻസിസ്റ്ററിൽ രണ്ട് ജംഗ്ഷൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ്സ് വി കോൾഡ് ഇറ്റ് ആസ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ. സോ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് കണക്ഷൻ ദാറ്റ്സ് ബി യൂസ്ഡ് ഇൻ ദ ടു ജംഗ്ഷൻസ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ രണ്ട് ജംഗ്ഷനിലും വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നത്. Okay, based on that there will be a 4 mode of operation. That's I already said to you. Okay, so listen, emitter base junction. Okay, നമുക്ക് ഫോർവേഡ് ബയാസിങ്ങോ റിവേഴ്സ് ബയാസിങ്ങോ ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇഫ് കേസ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് ഒരു ഡയോഡിൻ്റെ പി സൈഡും നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും ഇതും കണക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഡയോഡിൻ്റെ എൻ സൈഡും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ തമ്മിൽ കണക്ഷൻ കൊടുക്കുന്നതാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിമിലർ പോൾസ് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് റിവേഴ്സ് ബയാസിംഗ് ആണ്. റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡും ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡും ആൻഡ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡും തമ്മിൽ കണക്ഷൻ കൊടുക്കുന്നതാണ് എന്ത്, റിവേഴ്സ് ബയാസിംഗ് പറയാം. Okay, so listen, here there will be a two PN junctions are. The first one is emitter base junction and the second one is collector base junction. So the emitter base junction will be the forward biased angle, the collector base junction reverse biased angle. Listen, this is an important mode of operation. So listen, the emitter base junction is forward biased and our collector base junction is reverse biased. Such mode of operation of our transistor is called active mode of operation.
സോ ഇത് ഒരു ആക്റ്റീവ് മോഡ്, അതായത് റീസൺ നമ്മളെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിനും കൊടുക്കുക, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിനും കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ, ആ ട്രാൻസിസ്റ്ററിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷനാണ്. ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനാണ് നമ്മളെ ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുക, ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുക. Okay, listen, the transistor is always act as a amplifier at its active mode. Okay, so next is reverse bias, emitter base junction reverse biased, collector base junction reverse biased ആണെങ്കിൽ that's mode of operation, that's we call cut-off mode. And the emitter base junction is forward biased and collector base junction is forward biased. That means both junctions are forward biased. Then it will be act as a saturation mode. In this saturation mode is there should be always behaves as a switch on. Okay, open switch. Okay, switch on ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അതായത് പാസ് സ്വിച്ച് ഓൺ ചെയ്തൊരു കണ്ടീഷൻ ആയിട്ടാണ്, സ്വിച്ച് ഓൺ ആക്കിയ ഒരു കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ എന്താ ഈ സാച്ചുറേഷൻ മോഡിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക. If the first junction, that means our emitter base junction is reverse biased and the collector base junction is forward biased, so that should be called, അതായത് നമ്മൾ ആക്റ്റീവ് മോഡിൻ്റെ നെക്സ്റ്റ് റിവേഴ്സ്ഡ് ആയിട്ടുള്ള കണക്ഷൻ. So that should be called it as inverted mode of operation. Okay. Next we are discussing about the common emitter amplifier. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ കോമൺ എമിറ്റർ ആംപ്ലിഫയർ പറഞ്ഞാൽ നമ്മൾ ഏത് ടെർമിനലാണ് കോമൺ, ഇൻപുട്ട് ജംഗ്ഷനും ഔട്ട്പുട്ട് ജംഗ്ഷനും നമ്മൾ ഏത് ടെർമിനലാണ്, നമ്മൾ പറഞ്ഞു 3 ടെർമിനലുണ്ട്, കളക്ടർ ബേസ് എമിറ്റർ. സോ ബേസ്ഡ് ഓൺ ദ വിച്ച് ടെർമിനൽ ദാറ്റ് ഷുഡ് ബി മേക്ക് ഇറ്റ് കോമൺ. സോ ആ ഒരു ടൈപ്പ് ഓപ്പറേഷനാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ എമിറ്റർ സൈഡ്, okay, emitter is always common to both the input side and output side. That's why its name will become common emitter amplifier. So this is the circuit diagram for a common emitter amplifier. So നമ്മൾ ഇൻപുട്ട് V എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, and moreover we apply the battery VBB. That will be forward biased at our input junction, and there will be a VCE batteries there, that will be reverse biased at the our output section. Okay, so now this amplifier, common emitter amplifier, is at its active mode. Okay, active mode ലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഒരു ആക്റ്റീവ് മോഡിലാണ് it will be always brings the amplification process. Okay, so next is the resistor RB. Here we used as an input resistor, and the resistor RC is act as a load resistor. And moreover we get the output across our appears across our the load resistor RC, and moreover the input signal is being applied through the base, and there will be a collector C1 and C2. These C1 and C2 collector is called a coupling capacitors, because a coupling capacitor is always, this coupling capacitor is always block the DC, and this will be always allow the AC to pass through it. Okay, so hence C1 blocks the DC signal and at the input, and C2 is block the DC at the output section. Okay, so at the output terminal is only the amplified signal we obtain at the output side, and with the help of the load line we can easily analyze the performance of our common emitter amplifier. So always remember this circuit. Next we are going to analyze the circuit based on the equations. Okay, so listen, this is the equivalent circuit of our transistor, that's we already see. Okay, this is the equivalent circuit. In this section we learned how to draw a load line for this. Okay, നമ്മൾ load line വരയ്ക്കുന്നത് എങ്ങനെയാണ്, എന്താ load line എന്നുള്ള പറഞ്ഞു തരാം കേട്ടോ. So we find out the DC equivalent of the amplifier. നമുക്ക് എന്താ ഇതിൻ്റെ വരുന്നത്, DC equivalent ആണ് നമുക്ക് എന്ത് കിട്ടില്ല, load ലൈനിൽ കിട്ടുക. So this condition having the no, ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ഇൻപുട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഇൻപുട്ട് ഒരു ട്രാൻസിസ്റ്ററിലെ കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കാത്ത ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് so be quiescent condition or silent condition. Listen, this is the condition having no input AC signal at the transistor input. This will be such state is called quiescent condition or silent condition. Okay, so here the figure 2 shows the DC equivalent circuit of our first figure. So from here
we cancel the capacitors. It will be the open circuit if we are not applying the input signal. So listen, when we apply the KVL, okay, when we apply the KVL at the output side, what we get, IC into RC plus VCE equal to VCC. Okay, VC equal to, here we are applying a VCC signal is here. Okay, so next here we are the same thing case here too. We are applying the VCC signal. This will be the constant voltage source. Listen, this will be, we are applying the VCC. Okay, so from here we can rearrange the we can arrange the equation at the output side, KVL equation at the output side. That means IC into RC plus VCE equal to VCC. Okay, and from here we can arrange the IC, and IC into RC plus VCE is equal to VCC. That means IC into RC is equal to VCC. So what we get, VCC minus VCE. Okay, from there we just take the IC equal to the IC equal to equation. So RC into RC, so it's here it will be the RC is multiplied form, and when it is comes here the right next side, it will be the division form. Hence we get our equation as rearranged as IC is equal to VCC minus VCE divided by RC. So from here we can rearrange this as minus VCE, the last term in the first area. So minus VCE divided by RC plus VCC divided by RC. Okay, so from the above equation, it will be always represented as in the case of the y is equal to mxc, or a straight line equation. Okay, so here the straight line equation output, this is our output, VC is our output, and IC is the output current. Okay, so based on that, and the load line straight line ആണ്, y is equal to mx plus c എന്നുള്ള, അപ്പോൾ m ന്റെ വാല്യൂ എന്തായിട്ട് minus 1 divided by RC. Okay, minus 1 divided by RC ആണ്, and moreover from x ന്റെ വാല്യൂ എന്താ, minus 1 divided by RC, x ന്റെ m ന്റെ കൂടെ ഉള്ളതാണ് x, so x ന്റെ വാല്യൂ VC ആണ്, and moreover y ന്റെ വാല്യൂ, what is the y value? Y value is equal to I. Okay, and our intercept is VCC divided by RC. Okay, so whenever we are plotting this plotting a load line, based on x-axis we take in VCE and the y-axis taken as IC. Okay, നമ്മൾ x-axis VCE, y-axis IC എടുത്ത് നമ്മളൊരു ലോഡ് ലൈൻ വരച്ചാൽ what happen is here, ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് കൊടുക്കണം, ഈ രണ്ട് കേസ് കൊടുക്കുക നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ, അതായത് ഈ ഒരു സബ് ഇക്വേഷൻ നമ്മൾ രണ്ട് കേസ് കൊടുക്കുക. IC is equal to 0, IC 0 അയച്ചാൽ ഇവിടെ IC is equal to ആണ്. ഓക്കെ, ഇവിടെ IC equal 0 അയച്ചാൽ what happen, IC 0 അയച്ചാൽ ഇത് VCE equal to VCC എന്ന് കിട്ടും. അതായത് VCE VCC ഈക്വൽ IC 0 ആവുന്ന കണ്ടീഷനിൽ, ബിക്കോസ് that's time we are taking the y-axis as IC. And next VC equal to 0 കൊടുത്താൽ what happen, IC is equal to VCC divided by RC കിട്ടും. നമ്മളെല്ലാം കൊടുക്കുന്നത് ഈ ഒരു ഇക്വേഷനിൽ കേട്ടോ, രണ്ട് ഇക്വേഷൻ ക്വസ്റ്റ്യന് കൊടുക്കുന്നത് നമ്മൾ എക്സ് ആക്സിസിലും, അതായത് നമ്മൾ വൈ ആക്സിസ് ആണ് നമ്മൾ IC എന്ന് പറയുന്നത്, x axis ആണ് നമ്മൾ VC എന്ന് പറയുന്നത്. So based on the values of IC and VC is equal to 0, we get the expression for other function. ഓക്കെ, സോ അത് ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ ലോഡ് ലൈൻ വരയ്ക്കാൻ പോകാൻ, ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സ് ആക്സിസിൽ VCയും വൈ ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ട് കറണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്താ ലോഡ് ലൈൻ വരയ്ക്കാൻ പോകുന്നത്. സോ വാട്ട് വി ഗെറ്റ്, സോ ദിസ് ഈസ് അവർ ലോഡ് ലൈൻ. സോ ലിസൺ, നമ്മളിവിടെ എക്സ് ആക്സിൽ IC എടുത്തു, VC എടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് IC 0 ആവുന്നു, അതായത് VC 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താ എക്സ്പ്രഷൻ കിട്ടിയത്, VCC ഡിവൈഡ് ബൈ RC. ഓക്കെ, അതായത് നമ്മളെ ആ ഒരു ഇൻ്റർസെപ്റ്റ് തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മുടെ ലോഡ് ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് VCC IC is equal to 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് VCE എന്താ കിട്ടുക, VCC കിട്ടുക. സോ നെക്സ്റ്റ് നമുക്ക് രണ്ട് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഈ രണ്ട് പോയിൻറ്റ്സും ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാം. ഓക്കെ, സോ നമ്മൾ ജോയിൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് ദ ലോഡ് ലൈൻ എക്സ്പ്രഷൻ. ഓക്കെ, ദിസ് ഈസ് അവർ ലോഡ് ലൈൻ ഫോർ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ. സോ ലീസൺ, നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് പക്ക കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് കറണ്ടും
വോൾട്ടേജും വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കുക. ആൻഡ് മോറോവർ ഇറ്റ് വിൽ ബി ഇൻ ദ ക്വസൻറ്റ് കണ്ടീഷൻ. അതായത് നമ്മൾ ക്വസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാത്ത കണ്ടീഷനിൽ വെച്ചിട്ടായിരിക്കും ലോഡ് ലൈൻ വരയ്ക്കുന്നത്. Okay, so next we are discussing some of the problems here. From the circuit on giving figure, draw the DC load line. ഇതിൻ്റെ DC load line വരയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. Okay, listen. നമ്മൾ ഈ DC ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് IC തന്നിട്ടുണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് VCC ഈക്വൽ ടു 12 വോൾട്ടാണ് തന്നിട്ടുണ്ട്. RC ഈക്വൽ ടു 3 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് വി ഗെറ്റ് ഫ്രം ഹിയർ. സോ നമുക്ക് നമ്മൾ എക്സ്പ്രഷൻ അറിയാം, VCC is equal to VCE plus IC into RC അല്ലേ. സോ ഫ്രം ഹിയർ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ VCC ഈക്വൽ ടു 0 എടുത്തു. നേരത്തെ അതേപോലെ തന്നെ, അതായത് നേരത്തെ നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കാൻ എന്തൊക്കെ VCC ഈക്വൽ ടു 0, IC ഈക്വൽ ടു 0. സോ അതേ രണ്ട് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. സോ VCC ഈക്വൽ 0, IC ഈക്വൽ ടു 0 നമ്മൾ ഈ കണ്ടീഷനിൽ കൊടുത്താൽ, ഫസ്റ്റ് കേസിൽ VCC ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ICയുടെ വാല്യൂ 4 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് IC ഈക്വൽ ടു 0 എന്ന് ഈ ഒരു കണ്ടീഷനിൽ കൊടുത്താൽ വാട്ട് ഹാപ്പൻ? വി ഗെറ്റ് VCC ഈക്വൽ ടു 12 വോൾട്ട്. സോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഈ ഒരു കേസിൽ VCE 0 എന്ന് പറഞ്ഞാൽ, VCE 0 എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ Y ആക്സിസിലാണ് വരിക അല്ലേ, ഈ ഒരു വാല്യൂ വരിക അല്ലേ. ICയുടെ വാല്യൂ Y ആക്സിസിലാണ് വരിക. IC ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ X ആക്സിസിലാണ് വരിക അല്ലേ. സോ അവിടെ വരിക, അതായത് നമുക്ക് 4 എന്ന് പറയുന്ന പോയിന്റ്, 12 എന്ന് പറയുന്ന പോയിന്റ് വേണ്ടേ. 4 എന്ന് പറയുന്ന പോയിന്റ് Y ആക്സിലും 12 എന്ന് പറയുന്ന പോയിന്റ് X ആക്സിലും. ഓക്കെ, നെക്സ്റ്റ് here we are plotting IC and VCE in X axis and IC in Y axis. So from here, from the Y axis we are taking the 4 and the VCE we taking the 12 and that 2 point. അതൊക്കെ നമുക്ക് കിട്ടിയത് VCയുടെ വാല്യൂ 12 ICയുടെ വാല്യൂ 4 ആണ് കറസ്പോണ്ടിങ് കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത്. സോ ആ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ദാറ്റ് ഷുഡ് ബി ദ ലോഡ് ലൈൻ ഫോർ ദ ഗിവൺ ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്യൂ പോയിന്റ് ആണ്. ക്യൂ പോയിന്റ് ഓർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ ക്യൂ പോയിന്റ് ഓർ ഓപ്പറേറ്റിംഗ് പോയിന്റ്. സോ ഇത് 0 സിഗ്നൽ വാല്യൂ ഓഫ് എ കളക്ടർ കറണ്ട് IC and the collector to emitter voltage VC is known as the operating voltage or Q point, since it is a point on the output characteristics of transistor at its silent condition. അതായത് നമ്മുടെ ക്വസൻറ്റ് കണ്ടീഷൻ, ഓക്കെ, ക്വസൻറ്റ് കണ്ടീഷനിൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ വാല്യൂ, സിഗ്നൽ വാല്യൂ 0 സിഗ്നൽ വാല്യൂ, കറണ്ടിൻ്റെ വാല്യൂ ICയുടെ വാല്യൂ 0 ആവുന്ന സമയത്തുള്ള ഒരു പോയിൻ്റാണ്, അതായത് എന്ത് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ലോഡ് ലൈൻ വരച്ചില്ല, വി ആർ ഓൾറെഡി ഡിസ്കസ് ദ ലോഡ് ലൈൻ. സോ ആ ഒരു ലോഡ് ലൈനിൻ്റെ, ഓക്കെ, 0 സൈലൻറ്റ് കണ്ടീഷൻ ആവുന്ന സമയത്ത് ആ ലോഡ് ലൈനിൻ്റെ മുകളിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഓക്കെ, whenever at the particular point in our DC load line, then it will be produces the it will be produces the maximum working of our transistor. അതായത് ഒരു ട്രാൻസിസ്റ്റർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്, ഓക്കെ, for a particular transistor the value will be the particular value. സോ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ലോഡ് ലൈനിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. സോ ആ പോയിൻ്റാണ് നമ്മൾ എന്താ പറയുന്നത്? ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. So listen, the Q point or operating point is the point in which point on our DC load line in which the transistor is working properly. Okay, so next we are discussing the transistor biasing parameters. So listen, whenever transistor is used in a wide number of applications, the most important application is amplification. So this amplification means we all know to raise the strength of our input signal. Okay, സോ ഇങ്ങനെ ഒരു ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്ന സമയത്ത്, ഓക്കെ, ലിസൺ, however for the faithful amplification of our transistor there will be two things if are necessary. Okay, so first thing is the transistor must be operating in its active region, as we all know അല്ലേ. എന്തായിരിക്കണം? ഫസ്റ്റ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, സെക്കൻഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് മോഡിലേക്കാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ട് ട്രാൻസിസ്റ്ററും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? അതായത് ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്റ്റീവ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. ദ നെക്സ്റ്റ്, ദ സെക്കൻഡ് പോയിന്റ് ഈസ്
to get the fixed DC, to get the fixed DC current at the fixed DC voltage. That means operating point fixed. അതായത് ഏതൊരു whenever in the case of the any transistor, whenever for in the case of any transistor at its Q point, Q point work in സമയത്ത്, so should be having the proper DC current and the DC voltage at its circuit. എന്തായിരിക്കണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടായിരിക്കണം. ആൻഡ് മോർ ഓവർ ദ ഔട്ട്പുട്ട് കറണ്ട് IC and the output voltage VCE are the expressed in the terms is called the operating point or Q point. Okay, so the primary aim of the biasing is to obtain the fixed collector current IC and the fixed collector voltage VCE. The circuit is used for transistor biasing is simply called as biasing circuit. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കറണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരണം. ദാറ്റ്സ് മീൻസ് ഷുഡ് ബി ഹാവിങ് ദ ക്യൂ വാല്യൂ, ക്യൂ പോയിന്റ്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് പോയിന്റ്സും ഒരു ട്രാൻസിസ്റ്ററിൽ ഒബേ ചെയ്താൽ മാത്രമേ ആ ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ഒരു പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാൻ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, so next we are going to discuss about the biased stabilization. Okay, so biased stabilization എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്റർ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഐ ഓൾറെഡി സെഡ് ഒരു ക്യൂ പോയിന്റ് ഫിക്സ്ഡ് ആയിരിക്കണം, അതിൻ്റെ ക്യൂ പോയിന്റ് എന്തെങ്കിലും ഫിക്സ്ഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതായത് എൻറ്റയർ ഓപ്പറേഷനിൽ അതിൻ്റെ ക്യൂ പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി ഫിക്സ്ഡ്. സോ അങ്ങനെ ഒരു എൻറ്റയർ ഓപ്പറേഷൻ കാപ്പബിൾ ചെയ്യുന്നതാണ് ബയാസ്ഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം. സോ ലിസൺ, for the proper amplification of the transistor, the operating point will be properly fixed. Okay, however, only the fixing of operating point is not sufficient. The operating point must be remain stable throughout the operation. So where it was fixed originally, this type of operating, okay, any tried the transistor into a unwanted region. What happened? ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വർക്ക്, ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിച്ചാൽ we do not get the proper amplification. So for in the case of for the getting the proper amplification, our transistor should be operated. Okay, should be properly operated. Okay, for proper operation we should able to fix our Q point. Okay, so for in the case of the biased stabilization is very important for the following factors, because ഈ ഒരു ബയാസ്ഡ് സ്റ്റെബിലൈസേഷൻ നമ്മൾ പ്രോപ്പർലി ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, ഒരു ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ഈ ബയാസ്ഡ് സ്റ്റെബിലൈസേഷൻ കാരണം കുറേ 2-3 കാര്യങ്ങളിൽ കൂടി എന്ത് കിട്ടും, അഡ്വാൻറ്റേജ് കിട്ടും. സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് that should be get by our biased stabilization. Okay, the first point is temperature dependence of a transistor parameter. Okay, so we know the output current. നമുക്ക് അറിയുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് ഇൻ ടേംസ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ IC is equal to IB into beta plus 1 plus beta into ICBO. സോ ബീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ ആണ്, IB പറഞ്ഞാൽ ബേസ് കറണ്ട് ആണ്, ICBO എന്ന് പറഞ്ഞാൽ ലീക്കേജ് കറണ്ട് ഓർ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. ഓക്കെ, റീസൺ നമ്മൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസിസ്റ്ററിന് എന്ത് സംഭവിക്കും, വിൽ ബി ഹീറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടാൻ കാരണം അല്ലേ. സോ ലിസൺ, ബേസ്ഡ് ഓൺ ദിസ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്ത്, ഇറ്റ്സ് വിൽ ബി ഓൾവേസ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഹെൻസ് ദിസ് ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഇനി വൺ ഓഫ് പാരാമീറ്റർ വിച്ച് വിൽ ബി ചേഞ്ചസ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ ചേഞ്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വെൻ ദ കളക്ടർ കറണ്ട് ഈസ് ഓൾസോ ചേഞ്ചസ്. ഓക്കെ, സോ അന്നപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ കളക്ടർ കറണ്ടും ചേഞ്ച് ചെയ്യാൻ കാരണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബയാസ്ഡ് സ്റ്റെബിലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വി കുഡ് നോട്ട് ഹാപ്പൻ ദിസ് തിങ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് variation of parameter between the transistor of a സെയിം ടൈപ്പ്. ഓക്കെ, സെയിം ടൈപ്പ് നമ്മളില്ല
നമ്മളിപ്പോൾ ഒരേപോലുള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ വെച്ചു. ഒരേപോലുള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ട്രാൻസിസ്റ്റർ നമ്മൾ ഒരേപോലുള്ള ട്രാൻസിസ്റ്റർ ഇപ്പം നമ്മളൊരു എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്ത് ചെയ്തു, ഓപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പറേഷനിലേക്ക് എ എന്നുള്ള ട്രാൻസിസ്റ്റർ ഒഴിവാക്കിയിട്ട് ബി എന്നുള്ള ട്രാൻസിസ്റ്റർ കൊണ്ടുവന്നു. ഓക്കെ, അതായത് ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് ചേഞ്ച് ചെയ്യും. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഐ സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ബീറ്റ ഐ ബി ഇൻറ്റു ബീറ്റ പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി ബിയും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെയിം ടെക്നോളജി ആണെങ്കിലും, ഓക്കെ, ട്രാൻസിസ്റ്റർ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത സെയിം ടെക്നോളജി ആണെങ്കിലും നമുക്ക് ഓരോ ട്രാൻസിസ്റ്ററും അതിൻ്റേതായിട്ടുള്ള ബീറ്റ വാല്യൂ, ഓക്കെ, കറണ്ട് ഗെയിൻ്റെ വാല്യൂ എന്തൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് സെയിം ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം തന്നെ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യാൻ കാരണം ബിക്കോസ് ദ ബീറ്റ വാല്യൂ ഈസ് ഫോർ ദ ഡിഫറെൻറ്റ് ട്രാൻസിസ്റ്റർ. Okay, then the third point is thermal runaway. Okay, thermal runaway means we already know the output equation of current. IC is equal to beta into IB plus IC into CBO into 1 plus beta. Okay, so if the temperature changes, we already know continuous at work, so temperature changing. So ICBO value, that means our saturation leakage current or reverse saturation current, so also changes, which causes the change in the IC. Okay, and the operating point is shifted. Operating point ഐ സി മാറി ഐ സി നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ VCE, IC എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ഐ സി മാറിയില്ല, വാട്ട് മേ ഹാപ്പൻ, നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് ആവും, ആ ഒരു പോയിന്റ് ചേഞ്ച് ആയി. സോ ഈ ഒരു അങ്ങനെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് ആയി. ഇറ്റ് റൈസസ് ദ ടെമ്പറേച്ചർ വെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ദ പ്രോസസ്. ഓക്കെ, എന്നിട്ട് നോക്കാം, നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ it rises the temperature, hence the ICBO is also again increased, and which in terms of increases the ICs also, and the gain increased the temperature, the gain increases the temperature of the collector junction, and the whole process is repeated again, such a successive increase in this IC. What happened? We try to increase the operating point in the active region. It's called thermal runaway. So അങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയി നടക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടി വാട്ട് ഹാപ്പൻ, ഓപ്പറേറ്റിംഗ് പോയിന്റിൻ്റെ ആക്റ്റീവ് റീജിയൻ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. So this is called thermal runaway. This is very dangerous process in which due to the excessive heat at the transistor and the burnout. എന്ത് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് കാണാം, ശരിക്കും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് തന്നെ എന്താ ട്രാൻസിസ്റ്റർ അടിച്ചു പോകും. ഓക്കെ, ലീക്കേജ് വരും. ഓക്കെ, ലീക്കായിട്ട് നല്ല ഹീറ്റായിട്ട് തെർമൽ റണ്ണവേ കാരണം ഇറ്റ് വിൽ ബി ബേൺ ഔട്ട്. ഓക്കെ, ട്രാൻസിസ്റ്റർ വിൽ ബേൺ ഔട്ട്. ഓക്കെ, so this is all about our transistor section. Next we will discuss the other topic. Okay, bye.